അമേരിക്കയിൽ ലാൻഡിങ്ങിനിടെ യാത്രാ വിമാനം ഹെലികോപ്റ്ററുമായി കൂട്ടിയിടിച്ച നദിയിൽ വീണു. പ്രാദേശിക സമയം രാത്രി 9:30 വാഷിംഗ്ടൺ റിഗൻ നാഷണൽ എയർപോർട്ടിന് സമീപം അപകടമുണ്ടായത്. വിമാനത്തിൽ 65 യാത്രക്കാരുണ്ടായിരുന്നു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഉമൈബാൻ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. ഉമൈബാൻ, ഈ അപകടം സംബന്ധിച്ച് ഔദ്യോഗികമായി പുറത്തുവരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? അതിനൊപ്പം മരണസംഖ്യ 2 പേരുടെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു എന്ന് അറിയുന്നു. എന്താണ് മറ്റു വിവരങ്ങൾ? മധു, ഇന്നലെ പ്രാദേശിക സമയം 9:30 കൂടിയാണ് വാഷിംഗ്ടണിലെ റീഗൻ വിമാനത്താവളത്തിൽ ഈ സംഭവം നടക്കുന്നത്. ലാൻഡിങ്ങിന് തൊട്ടു മുമ്പ് മാത്രമാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. ഒരു സൈനിക ഹെലികോപ്റ്ററുമായിട്ട് ഈ യാത്രാ വിമാനം കൂട്ടിയിടിക്കുകയായിരുന്നു. മധു നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 2 പേരുടെ മരണം ഇപ്പോൾ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ പോലെ തന്നെ 375 അടി ഉയരെ വെച്ചാണ് ഈ ലാൻഡിങ്ങിന് തൊട്ട് മുമ്പായിട്ട് ഈ സൈനിക ഹെലികോപ്റ്ററുമായിട്ട് ഈ വിമാനം കൂട്ടിയിടിക്കുന്നത്. ഈ അപകടത്തിന്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ നദിയിലേക്ക് വീണതോടുകൂടി തന്നെ ഒരു രക്ഷാപ്രവർത്തനം അത് ദുഷ്കരമാണ്. എന്തായാലും മുങ്ങൽ വിദഗ്ധരും ബോട്ടുകളും ഒക്കെ അവിടെ എത്തിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം വലിയ തോതിൽ തന്നെ പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ ഈ ജീവൻ നഷ്ടപ്പെട്ടവരുടെ എണ്ണം അത് കൂടാനുള്ള സാധ്യത ഏറെയാണ്. നിലവിൽ 2 പേരുടെ മരണം മാത്രമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. വിമാനത്താവളത്തിന് തൊട്ടടുത്തുള്ള പൊട്ടോമാക് നദിയിലേക്കാണ് ഈ വിമാനം സൈനിക ഹെലികോപ്റ്ററുമായിട്ട് കൂട്ടിയിടിച്ച് ഈ ദാരുണമായിട്ടുള്ള അപകടം ഉണ്ടാകുന്നത്. ഈ ഹെലികോപ്റ്ററുമായിട്ട് കൂട്ടിയിടിച്ച ഉടൻ തന്നെ 375 അടി ഉയരെ വെച്ചാണ് ഈ അപകടം നടക്കുന്നത്. അപ്പോൾ തന്നെ ഈ വിമാനം നദിയിലേക്ക് വീഴുകയായിരുന്നു. അതിന്റെ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഇപ്പോൾ 2 പേരുടെ മരണം ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ വ്യാപ്തി വളരെ കൂടാനാണ് സാധ്യത. നദിയിലേക്കാണ് വീണിരിക്കുന്നത്. വലിയ തോതിലുള്ള ഒരു മരണസംഖ്യ ഉയരാനുള്ള സാധ്യതകൾ മുൻകൂട്ടി കാണുന്നുണ്ട്. പക്ഷേ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുണ്ട്. അതിവേഗം തന്നെ ആളുകളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞേക്കും എന്നുള്ള ഒരു സാധ്യതയുമുണ്ട്. പക്ഷേ ഈ നദിയിലേക്ക് വീണത് കൊണ്ട് തന്നെ അതിന്റെ അപകട വ്യാപ്തി വളരെ കൂടുതലാണ് എന്നുള്ളതാണ് മാധു ഇപ്പോൾ വരുന്ന വിവരങ്ങൾ. ഉമൈബാനാണ് വിവരങ്ങൾ നൽകിയത്. 65 യാത്രക്കാരുണ്ടായിരുന്നു. ആ വിമാനത്തിൽ സൈനിക ഹെലികോപ്റ്ററുമായി കൂട്ടിയിടിച്ചാണ് വിമാനം നദിയിലേക്ക് വീണത്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്.